തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ യാത്രകൾ നടക്കുന്നതിനിടയിലാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് നടത്തുന്ന പുതിയുഗ യാത്ര കുറ്റ്യാടിയിലെത്തിയപ്പോഴാണ് ചില സംഭവങ്ങൾ ഉണ്ടായത്. വേദിയിൽ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, വലിയ ട്രോളായി സമൂഹ മാധ്യമങ്ങളിൽ അത് ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്ര കുറ്റ്യാടിയിലെത്തിയപ്പോഴുണ്ടായ പിടിവലിയെ ചൊല്ലിയുള്ള ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. ഇത് ഐക്യമുന്നണിയല്ല, അടിപിടി മുന്നണിയാണെന്ന പരിഹാസങ്ങൾക്കും ഇനിയും മാറാത്ത കോൺഗ്രസ് എന്ന വിമർശനങ്ങൾക്കും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ മറുപടിയുമായി എത്തി. നിസ്സാര കാര്യങ്ങൾ ഊതിപ്പെരിപ്പിക്കുകയാണെന്നും കുറ്റ്യാടിയിൽ നടന്നത് സ്നേഹത്തള്ളാണെന്നുമാണ് മറുപടി. പിടിവലിക്കിടയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണിട്ടില്ലെന്നും സതീശനെ പ്രസംഗിക്കാൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ വിളിക്കാത്തതിൽ ഷാഫിക്ക് പരിഭവമില്ലെന്നും നേതാക്കൾ പറയുന്നുണ്ട്. ആദ്യം കുറ്റ്യാടിയിൽ ഇന്നലെ സംഭവിച്ചത് നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണാം. അതിൽ ഷാഫി പറമ്പിൽ പറഞ്ഞ വാചകം ഒന്ന് ശ്രദ്ധിച്ചോണേ. നമ്മുടെ പ്രിയപ്പെട്ട അവിടെ നടന്ന പിടിവലിക്കിടയിൽ സീറ്റിലേക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വളരെ പെട്ടെന്ന് ഇരുന്നു പോകുന്നതും കാണാം. യഥാർത്ഥത്തിൽ ഇതാണ് അവിടെ സംഭവിച്ചത്. എന്നെ വി ഡി സതീശനെ വിളിച്ചിട്ടാണോ തന്നെ വിളിക്കേണ്ടത് എന്നുള്ളതാണ് ഷാഫി ചോദിച്ചത്. സമയം വൈകിയതിനാൽ പ്രസംഗിക്കേണ്ടെന്ന് തീരുമാനിച്ചത് ഷാഫി പറമ്പിൽ തന്നെയാണെന്ന് സതീശൻ എന്ന് പറഞ്ഞു. സംസാരിക്കണമെന്ന് അധ്യക്ഷൻ നിർബന്ധിച്ചപ്പോൾ ഷാഫി തടയുകയായിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു. പാർട്ടി പ്രോട്ടോകോൾ അനുസരിച്ച് ലോക്കൽ എം പിക്ക് മുൻഗണന നൽകണമായിരുന്നുവെന്ന് കെ മുരളീധരനും പ്രതികരിച്ചു. എല്ലാവരും ഇത് ചെയ്തു. അപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞു, നിർബന്ധമായിട്ട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, ഞാൻ സംസാരിക്കുന്നില്ല, വേഗം തീർക്കെന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് പറഞ്ഞു, ഇല്ല ഷാഫി സംസാരിച്ചേ പറ്റുള്ളത് പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രമോദിനം പിടിച്ചു മാറ്റിയ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു. അതാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണുപോയെന്ന്. എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എഴുന്നേറ്റ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സീറ്റിലേക്ക് ഇരുന്നു. ഞങ്ങൾ 60,000 വോട്ടിന് തോട്ടം മട്ടന്നൂരിൽ ഉൾപ്പെടെയുള്ള ജാഥ എന്തായിരുന്നു എന്ന് കേരളം വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഒരു നെഗറ്റീവ് വാർത്ത, അത് ശരിയല്ല. അല്ല, അത് ലോക്കൽ എം പിനെ പ്രസംഗിപ്പിക്കണം ആദ്യം, അത് അതിൻ്റെ പ്രോട്ടോകോളാണ്. ഒരു നീരസമാണ് ഷാഫി പറമ്പിൽ പ്രകടിപ്പിച്ചത് എന്നൊക്കെയുള്ള ആരോപണം ഇല്ല. എന്നാലും ശരിക്കൊരു പാർട്ടി പ്രോട്ടോകോൾ അനുസരിച്ച് ലോക്കൽ എം പിക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കണം, ഞാൻ അഭിപ്രായക്കാരൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഫാക്ട് ചെക്ക് നോക്കുകയാണെങ്കിൽ വി ഡി സതീശൻ പറയുന്നത് തന്നെ വിളിക്കേണ്ട എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. സമയം വൈകിയതുകൊണ്ട് ജാഥ ക്യാപ്റ്റനായി വി ഡി സതീശനെ വിളിച്ചാൽ മതി, പക്ഷേ തന്നെ വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ എതിർക്കുകയായിരുന്നുവെന്നാണ്. യഥാർത്ഥത്തിൽ തന്നെ വിളിക്കേണ്ട എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നത് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, അത് വി ഡി സതീശനെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം 100-ൽ കൂടുതൽ പ്രസംഗം അവസാനിക്കുന്നതാണ്. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോ. ഈ ഭാഗം ശ്രദ്ധിക്കൂ. വി ഡി സതീശൻ പറയുന്നു തന്നെ വിളിക്കണ്ട. വിളിച്ചു കഴിഞ്ഞിട്ടാണോ വിളിക്കുന്നേ എന്നുള്ള ചോദ്യം വളരെ വ്യക്തമായി നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു നീരസം അവിടെയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പിന്നീട് അതിനുശേഷം നോക്കൂ, മുല്ലപ്പള്ളി രാമചന്ദ്രനെ നോക്കൂ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരെ സീറ്റിലേക്ക് അങ്ങ് പോവുകയാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് സീറ്റിലേക്ക് വേഗത്തിൽ ഇരുന്നു എന്ന് പറയാം, അതല്ലെങ്കിൽ പിടിവലിക്കിടയിൽ ബാലൻസ് നഷ്ടപ്പെട്ട സീറ്റിലേക്ക് വീഴുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടു വാദവും നിലനിൽക്കും. 100-ൽ കൂടുതൽ എണ്ണുമ്പോ ശരി, ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. നിസ്സാര കാര്യമാണ് എന്നാണ് പാർട്ടി പറയുന്നത്, വലിയ കാര്യമാക്കാനില്ല എന്ന് പറയുന്നു. അതിന് ഇന്ന് മലയാളത്തിൽ ഇത്തരം ഉന്തിനും തള്ളിലും ഒരു മനോഹരമായ പദം കൂടി DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ നൽകി. ആ പദമാണ് സ്നേഹത്തള്ളൽ.